ഹലോ കൂട്ടുകാരെ, ഇന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസനാണ് എടുക്കുന്നത്. ഒന്നാമത്തെ ഇക്കായിലെ രണ്ടാമത്തെ ലെസൺ. ശ്രദ്ധിക്കുക. ജിന്ദഗി കാ സഫർ. ജിന്ദഗി കാ സഫർ എന്ന് വെച്ചാൽ എന്താണ്? ജീവിതയാത്ര. ഇത് ഹൈക്കു ആണ്. ഈ ഹൈക്കു നമുക്ക് നോക്കാം. സൂക്ക് യാ ബാണ്ട് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. അതായത് സൂക്ക് എന്ന് വെച്ചാൽ വരൾച്ചയോ, യാ ബാണ്ട് വെള്ളപ്പൊക്കമോ, സാഹബ് ക ആംഗൻ സാഹബിൻ്റെ മുറ്റത്ത്, സദാ ഫുഹാർ എല്ലായ്പ്പോഴും വെള്ളത്തുള്ളികളാണെന്നും. അതായത് ദരിദ്രം വന്നാലും വെള്ളപ്പൊക്കം, വേനൽ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും മുതലാളിമാർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയണം. ഇതിൻ്റെ അർത്ഥം നോക്കാം, അല്ല ക്വസ്റ്റ്യൻ നോക്കാം. സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സാഹബിൻ്റെ മുറ്റം എല്ലായ്പ്പോഴും വെള്ളത്തുള്ളികളാലാണെന്ന്. യഹാ കിസ് ആശയ്ക്ക് ഓർ ഇഷാര കിയ ജാത. ഇത് അവസ്ഥയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ലേഖകൻ സുരംഗമ യാദവാണ് ഈ ഹൈക്കു, ഒന്നാമത്തെ ഹൈക്കുവിലെ ലേഖക. അടുത്ത ഹൈക്കു നോക്കാം. പിതാനെ ഡൂണ്ടി ലാട്ടിയ ബുട്ടാപ്പയ്ക്ക് ദിക്തി നഹിം. അതായത് പിതാവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഡൂണ്ടി എന്ന് വെച്ചാൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ലാട്ടിയാം ബുട്ടാപ്പയ്ക്ക്, ബുട്ടാപ്പ എന്ന് വെച്ചാൽ വൃദ്ധാവസ്ഥയിലുള്ള ആ ലാട്ടിയം വടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ദിഗാത്തി നഹി എന്നിട്ട് കാണുന്നില്ല എന്ന്. ഇതിൻ്റെ ആശയം എന്താണ് പറയുന്നത്? അതായത് പിതാവ് വയസ്സായിട്ടും പിതാവിന് മക്കളൊന്നും അന്വേഷിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്, നോക്കുന്നില്ല എന്ന്. ഇതിൻ്റെ ലേഖകൻ ആരാണ്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ലാട്ടിയാം ബുട്ടാപ്പയ്ക്ക് ദിഗാത്തി നഹിം. അതായത് ഊന്നുവടി വൃദ്ധാവസ്ഥയിൽ കാണുന്നില്ല എന്ന്. ഇസ് പങ്ക്തിയോം സെ ക്യാ ആശയം മിൽത്താ ഹൈ. ഈ അവസ്ഥ കൊണ്ട് എന്താ ആശയമാണ് കാണുന്നതെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അല്ല അടുത്ത ഹൈക്കു നോക്കാം. ഇതിൻ്റെ ലേഖക ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയാണ്. അടുത്ത ഹൈക്കു ഡൂണ്ടത്തെ രഹിം ബർഫീലി നഗരോമേം നെഹിക്ക് ആഞ്ച്. അതായത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു മഞ്ഞുള്ള ഗ്രാമങ്ങളിൽ. നെഹിക്ക് ആഞ്ച് സ്നേഹത്തിൻ്റെ ആ ചൂട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഇസ്ക ലേഖകാരാണ് കമല നിഗുർബയാണ്. ഇതിൻ്റെ ലേഖക ഈ ഹൈക്കുവിൻ്റെ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ബർഫീലി നഗരോമെ നെഹ്ക്ക് ഓഞ്ച് സെ ക്യാ താൽബെ. ബർഫീലി നഗരത്തിൽ സ്നേഹത്തിൻ്റെ ആ ചൂട് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. ഇതിൻ്റെ ആൻസറും അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. SSLC കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.